ഹലോ ഗൈസ്, നമുക്കിന്ന് എൻ്റെ ഡേ ഇൻ മൈ ഖത്തർ ലൈഫ് കാണാം. ഇതാണ് അശ്വതി ചേച്ചി. ഞാൻ അശ്വതി ചേച്ചീൻ്റെ ഓഫീസിലോട്ട് പോണ വഴിയാണ്. ഇതാണ് ഹക്ക്. ആൾ നേപ്പാളിൽ നാട്ടോ. രാവിലെ ആളാണ് കൂട്ടാൻ പറഞ്ഞത്. ആൾ ഡ്രൈവറൊന്നുമല്ല, കൂടെ വർക്ക് ചെയ്യണതാണ്. നമുക്ക് ഓഫീസിൽ നിന്ന് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓഫീസിലേക്കൊക്കെ പോയി. ഓഫീസിലെത്തിക്കഴിഞ്ഞാൽ PC ഓൺ ആക്കിയപ്പോഴത്തേക്കും എനിക്ക് മീറ്റിങ്ങിന് പോകേണ്ട ആവശ്യം വന്നു. പുറത്ത് നല്ല വെയിലാണ്. അതാണ് ഞാനിപ്പോൾ കാണിച്ചു തരണേ കേട്ടോ. അപ്പോൾ അങ്ങനെ ഓഫീസിലേക്ക് പോയത് ഈ സ്ഥലത്താണ് മീറ്റിംഗ് ഉണ്ടായിരുന്നത്. ഈ സ്ഥലത്തിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ ഈ സ്ഥലത്തായിരുന്നു. അങ്ങനെ നമുക്ക് കിട്ടിയ പാർക്കിംഗ് ഭയങ്കര ദൂരമായിരുന്നു. അങ്ങനെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ കയറി. അപ്പോൾ നമുക്ക് അക്കനോട് ചോദിക്കാം. ഓ, ഹൗ വാസ് ദ മീറ്റിംഗ്? പാവമുണ്ട് ആൾ. നല്ല ടയർഡായിട്ടുണ്ടായിരുന്നു. ആൾ മാത്രമല്ല, ഞാനും ടയർഡായിട്ടുണ്ടായിരുന്നു. കാരണം പുറത്ത് നല്ല വെയിലായിരുന്നു. അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു ഓഫീസിലെത്തി കഴിഞ്ഞിട്ട് അശ്വതി ചേച്ചീൻ്റെ അടുത്ത് ഞാൻ മീറ്റിങ്ങിലെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തൊക്കെയോ ചെയ്യാനും ഉണ്ടായിരുന്നു. ഈ കാണുന്നതൊക്കെ പട്ടി ഷോയാ, ഒത്തിരി ഒന്നുമില്ലായിരുന്നു, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഉണ്ടല്ലോ, ഈ വീഡിയോസിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ഓഫീസിലും ഫോട്ടോസോ വീഡിയോസോ എടുക്കാനുള്ള യാതൊരുവിധ പെർമിഷനും ഇല്ല. അഥവാ നമ്മൾ വിത്തൗട്ട് പെർമിഷനിൽ നമ്മൾ എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു ഫൈൻ കൊടുക്കണം ആവശ്യം വരും. പിന്നെ അതുപോലെ തന്നെ പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് ഫോട്ടോസോ വീഡിയോസ് എടുക്കാനുള്ള പെർമിഷനൊന്നുമില്ല. ഇപ്പോൾ അഥവാ നമ്മളെടുത്ത് നമ്മുടെ വീഡിയോസിൽ ആരെങ്കിലുമൊക്കെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ കൊണ്ട് കംപ്ലയിൻറ്റ് കൊടുത്താൽ അപ്പോഴും നമ്മൾ ഫൈൻ അടയ്ക്കാൻ ആവശ്യം വരും. അതൊക്കെ പോട്ടെ, കാര്യത്തിലിട്ട് വരാം. ഇന്ന് ഈവനിങ് ആയപ്പോഴത്തേക്ക് എനിക്ക് വീണ്ടും ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടി. നല്ല മടിയാണെങ്കിലും പോവേണ്ടി വന്നു. പോയല്ലേ പറ്റൂ. മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. ഇപ്പം ഞാനാണെങ്കിൽ പാർക്കിംഗ് കുറച്ച് ദൂരെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കാണാം. ആക്ച്വലി ഗൈസ് പെട്ടെന്ന് തോന്നുന്നു മാലിക്കണ്ണൻ എവിടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് നോക്കാം. മാലിക്കണ്ണനെ നോക്കിയിരിക്കുകയാണ്. മാലിക്കണ്ണൻ വേറെ എവിടെയാണ്ടാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഭയങ്കര വെയിലാണ്. ഫിൽറ്റർ ഇട്ടെനിക്ക് കഷ്ടമായിട്ടാണ് എൻ്റെ ഫേസ് ഇരിക്കുന്നത്. അല്ലേ വിഷു കഷ്ടം. ഞാനിവിടെ ഒരു തണലത്തൊരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. പക്ഷേ ഓപ്പോസിറ്റ് ഭയങ്കരമായിട്ടും വെയിലടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മാലിക്കണ്ണൻ വന്നിട്ട് കാണാം. ഈ വരുന്നതാണ് മാലിക്കണ്ണൻ. നീണ്ട കാത്തിരിപ്പിന് ശേഷം എത്തി ഗൈസ്. അപ്പം നമുക്ക് മാലിക്കണ്ണനോട് വർത്താനം പറയാം. உங்களுக்கு வந்து ரொம்ப சேஃப்டி. ஆமா, நைட்ல எவ்வளவு இருந்தாலும் நமக்கு வந்து நடக்கலாம். ஆமா ஒரு மணி கூட சிக்கல போலாம். ஆமா லேடிஸ் பார்த்தா அவ்வளவு பிரச்சனை. ஆமா, ஆனா இந்தியால வந்து அவ்வளவு கிடையாது. ஆமா, நம்ம சவுத் கூட. അങ്ങനെ മാലിക്കണ്ണൻ്റെ അടുത്ത് ഇവിടുത്തെ വിശേഷവും നാട്ടിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഓഫീസെത്താനായി. അങ്ങനെ ഓഫീസിലൊക്കെ എത്തി ഷട്ട് ഡൗണൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാൻ അശ്വതി ചേച്ചി പെട്ടെന്നൊരു പ്ലാൻ ചെയ്തു നമുക്ക് ഡേ ടു ഡേ പോകാമെന്ന്. അങ്ങനെ ഡേ ടു ഡേ പോണ വഴിയാണ് കേട്ടോ. പിന്നെ അശ്വതി ചേച്ചിക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണമായിരുന്നു. അങ്ങനെ അശ്വതി ചേച്ചി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കാത്തിരുന്നു. പിന്നെ ഹക്ക് തന്നെയാണ് കേട്ടോ ഞങ്ങൾ അവിടെയും കൊണ്ടുവിടുന്നത്. ഗൈസ്, ഞങ്ങൾ ഡേ ടു ഡേ പോവാണ്. ഫൈനലി എത്തി ഗൈസ്, ഞങ്ങളെത്തി. ഹായ് ഗൈസ്, നമ്മൾ ഇവിടെ എത്തി. ഡേ ടു ഡേയിൽ എത്തിയപ്പോൾ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ സാധനങ്ങളൊക്കെ നോക്കിയിട്ട് കാണാം ഗൈസ്. ഞാനും അശ്വതി ചേച്ചിയും നല്ല എക്സൈറ്റഡ് ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓഫർ ഉണ്ടെന്ന് നമ്മൾ കുറേ റീൽസിൽ കണ്ടു. അങ്ങനെ പോയി നോക്കിയതാ. പിന്നെ ഈ സെക്ഷനൊക്കെ കണ്ടോ, ഇതൊക്കെ ഇപ്പോൾ ബേബീസിനുള്ള സെക്ഷൻസ് ആയിരുന്നു. ഒരുപാട് ടോയ്സും ഒരുപാട് ഡോൾസും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ ഇതൊക്കെ ഷൂസിൻ്റെയും ചെരുപ്പിൻ്റെ സെക്ഷൻ, അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഞങ്ങളിവിടെ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വന്നതാണ്, പക്ഷെ നല്ല പ്രൈസും ഉണ്ട്. ഓഫറൊന്നും ഞങ്ങൾ കണ്ടില്ല കേട്ടോ. പിന്നെ ചേച്ചിക്കൊരു ബേബി ഉണ്ട്. ആ ബേബീൻ്റെ പേരാണ് ഇഷക്കുട്ടി. ഇഷക്കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് എടുക്കുന്ന പരിപാടിയാണ് ഈ കാണുന്നത്. പക്ഷെ എന്ത് പറയാനാ, ഒരു രസവുമില്ല, നല്ല പ്രൈസുമാണ്. ഈ പ്രൈസിലുള്ളതൊന്നും ഇല്ലെന്നേ, എന്ത് പറയാനാ, ക്വാളിറ്റിയും കുറവാണ്. അങ്ങനെ ഞങ്ങൾ ബേബീസിൻ്റെ സെക്ഷനിൽ നിന്ന് പോയി. നമ്മൾ ചേച്ചിക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. ഇത്രയും ഡ്രസ്സ് നമ്മൾ ട്രൈ ചെയ്യാനായിട്ട് പോയി. ആക്ച്വലി ഞങ്ങളിവിടെ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വന്നാണ് ഗൈസ്, പക്ഷേ ഓഫറൊന്നും ഇല്ല. ഞങ്ങൾ പറ്റിക്കപ്പെട്ടു ഗൈസ്. യെസ് ഗൈസ്, പറ്റിക്കപ്പെട്ടു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഈ കാണുന്നതാണ് അശ്വതി ചേച്ചിയുടെ ഹസ്ബൻഡ്. ഞങ്ങൾ ആളുടെ കയ്യിലിരിക്കുന്ന 2 സാധനം കണ്ടില്ലേ, അതേ എടുത്തുള്ളൂ. ഹലോ ഗൈസ്, ഞങ്ങളിപ്പോൾ കോസ്മെറ്റിക് ഐറ്റംസിലേക്ക് കടന്നു. ഒന്നും എടുത്തില്ലെന്നേ, ഒന്നും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞങ്ങൾ അത് കൂടെയും കുറേ നേരം നടന്നു. പിന്നെ ഞങ്ങൾ അവസാനം വിചാരിച്ച് പോവാന്ന്. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചത് അടാർ തട്ടുകടയിൽ വന്നു. അതെങ്കിലും നടക്കുമല്ലോ. പിന്നെ നല്ല ഫുഡായിരുന്നു ഗൈസ്. ലൈക്ക് ചായ ആണെങ്കിലും ഞങ്ങൾ
ഒക്കെ മേടിച്ചത്. അപ്പവും പിന്നെ ഇടിയപ്പവും പിന്നെന്താ പുട്ടുമായിരുന്നു മേടിച്ചത്. പിന്നെ വെച്ച് കുറുമ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വെച്ച് കുറുമ അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ല, സെറ്റായിരുന്നു. പിന്നെ ചേച്ചി ഫുഡൊക്കെ സേവ് ചെയ്ത് ചേച്ചി അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. പിന്നെ നമുക്ക് വീട്ടിൽ പോകാനുള്ള സമയം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.